കാരണം എത്രത്തോളം ഡെപ്തുള്ള ഇമോഷണലായിട്ടുള്ള എത്രത്തോളം ഇൻഡെപ്ത് ആയിട്ടുള്ള സീനുകളൊക്കെ വളരെ സിമ്പിളായിട്ട് ഇവർ ഹാൻഡിൽ ചെയ്യുന്ന കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഒരുപാട് സീനുകളിൽ കണ്ണ് നിറച്ചിട്ടുണ്ട്. ഹാഷിർ, അലന്, വിനായകൊക്കെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഒന്നും പറയാനില്ല. നല്ല ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്ന രീതിയിലാണ് അവർ ഓരോരുത്തരും അവരുടെ റോളുകൾ ഗംഭീരമായിട്ട് നമ്മളിലേക്ക് എക്സിക്യൂട്ട് ചെയ്തത്. ബിപിൻ ദാസ്, നിങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞാൽ കൈയ്യടി തരേണ്ടത്. ഇത്തരത്തിലുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ കണ്ടുപിടിച്ച് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് നാളത്തെ ഒരു വലിയൊരു ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് ചേർത്ത് വെക്കുന്ന നിങ്ങൾ ഈ പ്രവണത തുടർന്നുകൊണ്ടിരിക്കുക. വാഴ അടുത്തൊരു പാർട്ടും കൂടി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും മനസ്സ് നിറച്ചിട്ടുണ്ട് വാഴ. 1ാം ഭാഗവും അതെ, 2nd പാർട്ടും അതെ. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ, ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് പോകാം, ധൈര്യമായിട്ട് ഫാമിലിയായിട്ട് പോയിരുന്ന് കാണേണ്ട സിനിമ തന്നെയാണ്. ഇപ്പം 10ാം ക്ലാസ്സിൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞ് കുട്ടികളെല്ലാം വീട്ടിലാണ്. കുട്ടികളെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി കാണേണ്ട ഒരു ഗംഭീര സിനിമയാണ്. അവരതിൻ്റെ അകത്തുനിന്ന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ലൈഫിൽ അതൊരു ലെസണായിട്ട് എടുക്കേണ്ട ഒരു സിനിമ തന്നെയെന്ന് ഞാൻ ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും. അത്രം വാല്യൂ ഉള്ള ഒരു ഗംഭീര വാല്യൂ ഉള്ള സിനിമ തന്നതിന് സാവിൻ ബ്രോയ്ക്കും അതുപോലെ തന്നെ ബിപിൻ ദാസിനും ഒരുപാട് നന്ദി. ഗംഭീരമായിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഫോർ ഗിവിങ് ദ ഗ്രേറ്റ് മീനിങ് ഫുൾ മൂവി ടു അസ്. താങ്ക് യു. ഇനിയും ഇതുപോലെയുള്ള സിനിമകൾ വരിക.